തമിഴ്നാട് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നുകൊണ്ട് ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK സ്വീകരിക്കുന്ന പുതിയ നിലപാടുകൾ ശ്രദ്ധേയമായ വഴിത്തിരിവിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്ററി മണ്ഡല പുനർനിർണയം അതായത് ഡീലിമിറ്റേഷൻ വിഷയത്തിൽ മുമ്പ് സ്വീകരിച്ചിരുന്ന കടുത്ത എതിർപ്പിൽ നിന്നും മാറിക്കൊണ്ട് വ്യക്തവും കർശനമായ നിബന്ധനകളുടെ ചർച്ചകൾക്ക് തയ്യാറാണെന്ന സൂചനകളാണ് നൽകുന്നതാണ് ഇപ്പോൾ പാർട്ടിയുടെ സമീപകാല നീക്കങ്ങൾ. അതായത് ഡീലിമിറ്റേഷനിൽ ഇനി ചർച്ചകളാകാമെന്ന് DMK സമ്മതിക്കുന്നതിനുള്ള ചർച്ചകളും നീക്കങ്ങളും നടക്കുകയാണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ മാത്രം മണ്ഡലങ്ങൾ പുനർവിഭജിച്ചാൽ ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പാക്കിയ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ പ്രാതിനിധ്യം വൻതോതിൽ നഷ്ടപ്പെടുമെന്നതായിരുന്നു DMKയുടെ പ്രധാന ആശങ്ക. എന്നാൽ പൂർണ്ണമായ എതിർപ്പിനെല്ലാം അപ്പുറം സംസ്ഥാനത്തിന് രാഷ്ട്രീയ സ്വാധീനവും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ് പാർട്ടി ഇപ്പോൾ ചെയ്യുന്നത്. നിലവിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം മരവിപ്പിച്ചിരിക്കുന്നത്, അതായത് സീറ്റ് ഫ്രീസ് ആയിരിക്കുന്ന കാലാവധി ഇനിയും നീട്ടണമെന്നതാണ് DMK മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. ഇതൊന്നും കൂടാതെ പ്രധാന പുനർനിർണയം നടപ്പിലാക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിനും നിലവിലുള്ള സീറ്റുകളുടെ എണ്ണത്തിലോ പ്രാതിനിധ്യത്തിലോ കുറവുണ്ടാകില്ലെന്ന കേന്ദ്ര സർക്കാരിലെ ഉന്നത നേതാക്കളുടെ വാക്കാലുള്ള ഉറപ്പുകൾ മാത്രം പോരെന്നും അത് നിയമപരമായ ബില്ലിൽ തന്നെ അച്ചടിച്ച് ഉൾപ്പെടുത്തണമെന്നതും പാർട്ടി ശക്തമായി വാദിക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിനും ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തെ സംബന്ധിച്ച കൃത്യമായ കണക്കുകളും ഫോർമുലയിലും ബില്ലിന്റെ ഭാഗമാക്കണമെന്നും ആവശ്യപ്പെടുന്നുമുണ്ട്. ഇത്തരം വ്യക്തമായ ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമേ ബില്ലിനെ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കൂവെന്നാണ് നേതാക്കളുടെ പക്ഷം. അതേസമയം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗിക ചർച്ചകളോ സമവായമായ ശ്രമങ്ങളോ ഒന്നും തങ്ങളുമായി ഉണ്ടായിട്ടില്ല എന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ പാർലമെന്ററി ഇരുസഭകളിലും ശക്തമായ അംഗബലമുള്ള പാർട്ടിയാണ് DMK എന്ന് പറയുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും DMKക്കുള്ള MPമാരുടെ സാന്നിധ്യം സുപ്രധാന ഭരണഘടനാ ഭേദഗതികളും നിർണായക ബില്ലുകളും പാസാക്കുന്ന വേളയിൽ കേന്ദ്ര സർക്കാരിന് വലിയ തോതിൽ സഹായകരമാകുന്ന കണക്കുകൂട്ടലുകൾ കേന്ദ്ര രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ DMKയുടെ ചെറിയൊരു നിലപാട് മാറ്റം പോലും കേന്ദ്ര തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രാതിനിധ്യത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിനിടയിലാണ് ലോക്സഭാ സ്പീക്കർ സംഘടിപ്പിച്ച ചായ സൽക്കാരത്തിന് DMK MP കനിമൊഴി പങ്കെടുത്തത് ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ദേശീയ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രമുഖ കക്ഷികൾ ചടങ്ങ് ബഹിഷ്കരിച്ച ഈ സാഹചര്യത്തിൽ കനിമൊഴിയുടെ സാന്നിധ്യം കേന്ദ്ര മന്ത്രിസഭാ പ്രവേശനത്തിൻ്റെ മുന്നൊരുക്കമാണെന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ചർച്ചകൾ ഉയരുന്നുണ്ട്. എന്നാൽ ഈ അഭ്യൂഹങ്ങളെല്ലാം DMK നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. പാർലമെന്ററി മര്യാദകളുടെയും ജനാധിപത്യപരമായ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ഭാഗമായുള്ള പങ്കാളിത്തം മാത്രമായിരുന്നു അതെന്നും BJPയുമായി രാഷ്ട്രീയ സഖ്യത്തിലേർപ്പെടാൻ യാതൊരു പദ്ധതിയുമില്ലെന്നും നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും തമിഴ്നാട്ടിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങൾ വന്ന മാറ്റങ്ങൾ ഈ സംഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്ടിക്കഴകം അഥവാ TVK സജീവമായതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. അതായത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഭരിക്കുന്നത് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളിൽ കോൺഗ്രസ് പുലർത്തുന്ന മൃദു സമീപനം, അതായത് TVKക്ക് പിന്തുണ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളടക്കം TVKക്ക് പിന്തുണ കൊടുത്ത സർക്കാർ രൂപീകരിച്ചതോടെ DMKയും കോൺഗ്രസും തമ്മിൽ പ്രകടമായ അകൽച്ച ഉണ്ടായിട്ടുമുണ്ട്. കാലങ്ങളായി ദൃഢമായി തുടർന്ന ഈ സഖ്യത്തിലെ വിള്ളലുകൾ ദേശീയ തലത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. DMKയും കോൺഗ്രസും തമ്മിലുണ്ടായ ഈ അസ്വാരസ്യങ്ങളെ തങ്ങൾക്കനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാക്കി മാറ്റാനാണ് BJP ശ്രമങ്ങൾ നടത്തുന്നതെന്നുള്ള വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ട്. പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തി തങ്ങളുടെ നിയമനിർമ്മാണ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ഭരണകക്ഷിക്ക്, അതായത് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഇത് അവസരമൊരുക്കുന്നുണ്ട്. എങ്കിലും സ്വന്തം രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിലും സംസ്ഥാന താല്പര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യാൻ DMK തയ്യാറാകില്ല എന്നുള്ളതാണ് ഒരു ഭാഗം പറയുന്നത്. തമിഴ്നാട് നിയമസഭയിലെ മണ്ഡല പുനർനിർണയത്തിനെതിരെ ഏകകണ്ഠമായ പ്രമേയം പാസാക്കിയപ്പോൾ അതിനെ പൂർണ്ണ ശക്തിയോടെ പിന്തുണച്ചാണ് DMK നിലയുറപ്പിച്ചത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾ കവർന്നെടുക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശം നൽകാനായി ഈ പ്രമേയത്തിലൂടെ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഔദ്യോഗികമായ മുന്നണി മാറ്റങ്ങളോ മന്ത്രിസ്ഥാന ചർച്ചകളോ നടന്നിട്ടില്ലെങ്കിലും DMK സ്വീകരിക്കുന്ന ഈ ഇരട്ടത്താപ്പില്ലാത്ത തന്ത്രപരമായ സമീപനം ശ്രദ്ധേയം കൂടിയാണ്. ഒരു വശത്ത് സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ തനിമയും അവകാശങ്ങളും സൂക്ഷിക്കുന്നതിനായി അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിനായി കർശന നിബന്ധനകൾ വെച്ച് കേന്ദ്രത്തെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ രാഷ്ട്രീയമായി സമർത്ഥമായി കൈകാര്യം ചെയ്യാനും പാർട്ടിക്ക് സാധിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിൽക്കാതെ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യവും സ്വാധീനവും പരമാവധി നിലനിർത്തുക എന്നുള്ള വിശാല ലക്ഷ്യത്തോടെയാണ് DMK നിലവിൽ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഫെഡറലിസത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കൃത്യമായി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പാർലമെന്ററി ചർച്ചകളിൽ സജീവമായ വിലപേശൽ ശേഷി നിലനിർത്താനും സാധിക്കുന്നു എന്നുള്ളത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പുതിയ അടവ് നയമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട്ടിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആലോചിക്കണം, DMK എന്ന
ഒരു വലിയ പ്രസ്ഥാനത്തെ കാലങ്ങളായി തമിഴ്നാട് ഭരിച്ചിരുന്ന, കാലങ്ങളായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ആണ്ട് വാഴുതിരുന്ന ഒരു പ്രസ്ഥാനം 14 മാസം കൊണ്ട് ജനിച്ച് 14 മാസം മാത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടി TVK തമിഴക വെട്രിക്കഴകം അടിച്ചു തൂഫാനാക്കുന്ന രീതിയിൽ തമിഴ്നാട് ഒന്നടങ്കം വലിയ തരത്തിലുള്ള വിജയമാണ് നേടിയെടുത്തത്. അത് ഒരുപക്ഷെ DMK ഏറ്റ ഏറ്റവും വലിയ, അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരുന്നു അതെന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അവിടെ സ്റ്റാലിൻ അടക്കമുള്ളവർ തോറ്റു തുന്നം പാടുന്ന സാഹചര്യമുണ്ടായി. അതായത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ കളിയാക്കിയവരെല്ലാം ഞെക്കുന്നൊരു റിസൾട്ടാണ് അവിടെ ഉണ്ടായത്. അതായത് അത്തരത്തിലുള്ള വിധി നിർണ്ണയമാണ് അവിടെ ഉണ്ടായത്. കാരണം വിജയ് സർക്കാർ അധികാരത്തിൽ വന്നു. അതിൻ്റെ ഭാഗമായി സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ തോറ്റു തുന്നം പാടുന്ന സാഹചര്യമുണ്ടായി. അത് വലിയ ചർച്ചകളുമായി. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ DMK ഒന്നുമല്ലാതാകുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ ADMK അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ആദ്യം ഇവർ തമ്മിൽ ഒരു സഖ്യമുണ്ടാക്കിയാലോ എന്നുള്ള ചർച്ചകൾ വന്നു. പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോഴിതാ ചർച്ചകൾ നടക്കുന്നത് ഈ DMK ഇതാ NDAയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇനി അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ NDAയുടെ സ്വാധീനമില്ലാതെ, NDAയുടെ സപ്പോർട്ടില്ലാതെ നടക്കില്ല എന്ന് തമിഴകത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ രഹസ്യമായി പോലും DMK BJPയുമായി കൂട്ടണി ഉണ്ടാക്കാൻ, അതായത് കൂട്ടണി എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ബന്ധമുണ്ടാക്കാൻ അവസരം നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം, തമിഴ്നാട്ടിൽ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന DMKയെ തോൽപ്പിച്ചുകൊണ്ടാണ് TVK എന്ന പാർട്ടി അധികാരത്തിൽ വരുന്നത്. അതും തമിഴ്നാടനും വലിയ നടനുമായ ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK അധികാരത്തിൽ വരുന്നത്. ആ അധികാരത്തിൽ വരുന്നത് ഒരിക്കലും DMKക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ടായി. DMKക്ക് ആയിക്കോട്ടെ ADMKക്ക് ആയിക്കോട്ടെ അതൊരിക്കലും അംഗീകരിക്കാനുള്ള മനസ്സ് ഇതുവരെ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ DMK തകർന്ന് തരിപ്പണമാകുന്നത്. DMKയിലുള്ള ഒരു വലിയ സഖ്യം മൊത്തം ഈ പറഞ്ഞ TVKയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതിൽ കോൺഗ്രസ് ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇവരെല്ലാവരും അവിടെ TVKക്ക് പിന്തുണയുമായി TVKയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതോടുകൂടി DMK തകർന്ന് തരിപ്പണമായി നാമാവശേഷമാകുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ നിന്നും എങ്ങനെയും തിരിച്ചു കയറി വരാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുമ്പോൾ അത് വീണ്ടും പടുകുഴിയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം സഭയിൽ വിജയ് തകർത്താടുന്ന കാഴ്ചയാണ് നമുക്ക് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉദയനിധി സ്റ്റാലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഉദയനിധി സ്റ്റാലിനാണ് അവിടുത്തെ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഇരിക്കും പോലും ഉദയനിധി സ്റ്റാലിന് അവിടെ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് ആലോചിക്കണം. പുതുതായി രാഷ്ട്രീയത്തിലെത്തിയ പുതിയ മന്ത്രിമാർ, പുതിയ മുഖ്യമന്ത്രി, പുതിയ സർക്കാർ ഇരിക്കുമ്പോൾ കാലങ്ങളായി രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ DMK അടക്കമുള്ളവർക്ക് അവിടെ ഇവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ BJPക്കൊപ്പം സഖ്യമുണ്ടാക്കി അതിലൂടെ വീണ്ടും വളരാമെന്നുള്ള ചർച്ചകളും പാർട്ടിയിൽ സജീവമായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ വാർത്തയാകുന്നത്.